ഐസ്ക്രീം വേണോ? ഹായ് ഗൈസ്, സത്യം പറഞ്ഞാൽ ഈ മുതലിനെ പേടിച്ചിട്ട് കുറച്ച് മാങ്ങകൾ ഞങ്ങൾ നല്ലോണം പഴുത്തതിന് ശേഷം കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടായിരുന്നു. അത് വെച്ചാണ് ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. 2000 വർഷം മുൻപ് ചൈനയിലെ ഒരു രാജാവ് ചൂട് സഹിക്കാൻ കഴിയാതെ കണ്ടുപിടിച്ച ഒരു ഐറ്റമാണ് ഇത്രയും ഐസ്ക്രീം. അവർ പാലും അരിയും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് മലകളിൽ പോയി കൊണ്ടുവന്ന മഞ്ഞും കൂടെ ചേർത്ത് തണുപ്പിച്ചുണ്ടാക്കി ഇതിനെ അവർ തണുത്ത പാൽക്കിഴങ്ങ് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പിന്നെ റോമിലെ ഒരു സാമ്രാട്ടിൻ്റെ ചെവിയിലെത്തി. അവരിത് പഴങ്ങളും മഞ്ഞും ചേർത്തൊരു ഡെസേർട്ടാക്കി. അത് കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്നൊരു രാജകുമാരി ഫ്രാൻസിലേക്ക് കല്യാണം കഴിച്ചു പോയപ്പോൾ അവർ കൂടെ കൊണ്ടുപോയത് ഗോൾഡ് അല്ലായിരുന്നു, പകരം ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ആദ്യമൊക്കെ ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും മാത്രം കഴിച്ചിരുന്ന ഐസ്ക്രീം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അത്ര സാധാരണക്കാരായ നാട്ടുകാർക്ക് കിട്ടിത്തുടങ്ങിയത്. ഇപ്പം എന്തൊക്കെ ഫ്ലേവേഴ്സിലാണല്ലേ നമുക്ക് ഐസ്ക്രീം കിട്ടുന്നത്? മസാല ചായ ഐസ്ക്രീം, പാനിപൂരി ഐസ്ക്രീം, സിനമൺ ഐസ്ക്രീം, അങ്ങനെ കുറേ. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഈ കുട്ടി ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. ബൈ ഫ്രം ഗിയ ഡോഗ് ഡയറീസ്.